കേരള തീരത്ത് നിലനിന്നിരുന്ന ചക്രവാത ചുഴി ദുർബലമായി. ഇതോടെ മഴയുടെ തീവ്രതയും കുറഞ്ഞു. വരും ദിവസങ്ങളിൽ സാധാരണ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് നമുക്കൊപ്പം ചേരുന്ന അലക്സ് മുഹമ്മദ് അറിയിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങളും കാലാവസ്ഥ അപ്ഡേറ്റുമായി അലക്സ് മുഹമ്മദ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ അലക്സ് മുഹമ്മദ്. പറയൂ വിശദമായ കാലാവസ്ഥ റിപ്പോർട്ട്. അങ്ങനെ തന്നെയാണ്. അതായത് കേരള തീരത്ത് നേരത്തെ നിലനിന്നിരുന്ന ചക്രവാത ചുഴി ദുർബലമായി, അതായത് ന്യൂനമർദ്ദം ഉണ്ടായിരുന്നു, അത് ദുർബലമായി ചക്രവാത ചുഴി ദുർബലമായി എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ശക്തമായ മഴയുടെ തീവ്രത കുറയും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വരും ദിവസങ്ങളിലും സാധാരണ ഇടത്തരം മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം. ഇന്ന് പക്ഷേ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ചില ജില്ലകളിൽ അത്തരത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകുകയും മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും അതുപോലെ ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. കേരള തീരത്ത് നേരത്തെ നൽകിയിരുന്ന മത്സ്യബന്ധന വിലക്ക് അതിപ്പോഴും തുടരുന്നുണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രമല്ല, ഈ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അത് അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അത് ഇന്ന് വൈകുന്നേരത്തോടെ റമാൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കും എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. നാളെ അർദ്ധരാത്രിയോടെ ബംഗ്ലാദേശ് പശ്ചിമ ബംഗാൾ തീരത്ത് സാഗർ ദ്വീപിനും ഖേക്കുപാറയ്ക്കും ഇടയിൽ തീവ്ര ചുഴലിക്കാറ്റായി മണിക്കൂറിൽ പരമാവധി 130 കിലോമീറ്റർ വരെ വേഗതയിൽ ഈ ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. എന്താണെങ്കിലും സംസ്ഥാനത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. അടുത്ത ദിവസങ്ങളിൽ മഴ കുറയും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിലുള്ളത്. ഓക്കെ, താങ്ക് യു അലക്സ് മുഹമ്മദ്.